റോൾ മോഡൽ. ഈ ദൈവപുരുഷന്മാർക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഞാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറയുന്ന ഒരു ജെൻസി പിള്ളേർക്ക്, നമ്മുടെ സഭകളിലുള്ള പിള്ളേർക്ക് പോലും ഞാൻ പറയുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെ, വാട്ട് ഈസ് ജെൻസി ഗൈസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദേഹം മുഴുവൻ CCTV ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിള്ളേരാ. ഇവർ നമ്മളെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ പ്രസംഗിക്കുന്ന ദൈവദാസൻ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന വർഷിപ്പ് ലീഡർ, ക്ലാസ് എടുക്കുന്ന ഈ അധ്യാപകൻ, ഇവരെങ്ങനെയാ പിന്നീടുള്ള സമയം ബിഹേവ് ചെയ്യുന്നത്. ഹിപ്പോക്രസി പരിചയമില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അത് ഒട്ടും ചിന്തിക്കാൻ പറ്റത്തില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ വരണം. യെസ്, അതല്ലെങ്കിൽ ദേ നെവർ ലിസൺ അസ്. ഈ അങ്ങ് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറുന്നത്, ഈ പണ്ടത്തെ ജനറേഷനെ പറ്റിയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ ആണെങ്കിലും ചിന്തിക്കും, ഇനിവേ ഇത്രയും നാളും പ്രയോജനപ്പെട്ട ആളല്ല, ഇനിയും കേട്ടേക്കാം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരങ്ങനല്ല. ഒരബദ്ധം കണ്ടു കഴിഞ്ഞാൽ ദേ ഓൾവേസ് സ്വിച്ച് ഓഫ്. പിന്നെ അവർ ദേ നെവർ ടേൺ ബാക്ക്. ആ ഏരിയയിലേക്ക് അവർ പോകത്തില്ല. സോ അവരെപ്പോഴും ഒരു CCTV ബിഹേവിയർ ഉള്ള ആൾക്കാരാണ്. നമുക്ക് ബൈബിളിൽ തന്നെ അറിയാം, യോസെഫ് കാരാഗ്രഹ പ്രമാണി കണ്ടു, യജമാനൻ കണ്ടു, ഫറവോൻ കണ്ടു, ഇവൻ വ്യത്യസ്തനായ മനുഷ്യനാണെന്നുള്ളത്. സോ റോൾ മോഡൽസിന് വളരെ പ്രാധാന്യമുണ്ട്.